പ്രമേഹം രണ്ട് തരമാണ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിലെ ഐലറ്റ് കോശങ്ങൾ നശിക്കുന്നതാണ്. ഐലറ്റ് കോശങ്ങൾ പൂർണ്ണമായി നശിച്ചാൽ പിന്നെ ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കുക എന്നതാണ് പ്രതിവിധി. 10% രോഗികളിൽ മാത്രമാണ് ഇൻസുലിന്റെ അളവ് കുറയുന്നത് മൂലമുള്ള ഈ ടൈപ്പ് 1 പ്രമേഹം കാണുന്നത്. പ്രമേഹം രോഗികളിൽ ബഹുഭൂരിപക്ഷവും 90% ടൈപ്പ് 2 വിഭാഗത്തിലാണ് പെടുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിൽ ഇൻസുലിന്റെ അളവ് കുറവില്ല. ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, പലരിലും ഇൻസുലിന്റെ അളവ് വളരെ കൂടുതലായാണ് കാണുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതാണ് പ്രശ്നം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതിനൊപ്പം ഇൻസുലിന്റെ അളവും കൂടുന്നത് രക്തക്കുഴലുകളുടെ ആരോഗ്യം നശിക്കാനും അതിൽ കൊഴുപ്പടിയാനും ഇടയായി രക്തയോട്ടം തടസ്സപ്പെടുന്നതാണ് പ്രമേഹ രോഗികളുടെ അവയവങ്ങൾ. ഹൃദയവും വൃക്കയും കാഴ്ചശക്തിയും കേൾവിശക്തിയും ഓർമ്മശക്തിയും പാദങ്ങളിലെ സ്പർശനശേഷിയും ഒക്കെ കുറയാനും നശിക്കാനും ഇടയാക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലിയിലെ അപാകതകൾ മൂലം കോശങ്ങളിലെ ഇൻസുലിൻ റിസപ്റ്ററുകൾ ശരിയായി പ്രവർത്തിക്കാത്തത് മൂലം മെറ്റബോളിസം, ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ ശരിയായി നടക്കാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ശരിയായ ശാസ്ത്രീയ അറിവോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ കേടുമാറ്റി പ്രവർത്തനശേഷി കൂട്ടി ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി രോഗമുക്തി സാധ്യമാക്കാം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.